നമസ്കാരം. അമൃത TV ഒരുക്കുന്ന ലാസ്യം എന്ന മോഹിനിയാട്ടം റിയാലിറ്റി ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണസദ്യ ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇവിടെ മോഹിനിമാർ പ്രകടിപ്പിച്ച അഷ്ടപതി, പദം, തില്ലാന, ജതുസ്വരം, ചുൽക്കട്ട് എന്നിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഇനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും രുചി തരുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒന്നും കൂടി ഈ കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം. ഈ മത്സരത്തിന് വിധികർത്താക്കളായി എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതും ഗുരുവായി നമ്മൾ വിചാരിക്കുന്നതും നമ്മൾ വന്ദിക്കുന്നതുമായ രണ്ട് പ്രശസ്ത നർത്തകിമാരാണ്. ഒന്ന് ഗുരു കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ. ക്ഷേമാവതി ടീച്ചറിനെ ഈ ജഡ്ജിംഗ് പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജഡ്ജിംഗ് പാനലിലെ അടുത്ത ജഡ്ജ് ശ്രീമതി മീഥിൽ ദേവികയാണ്. യുവതലമുറയിൽ ഏറെ ശ്രദ്ധേയയായ നർത്തകി. ദേവിക ചേച്ചിയെയും ഈ പാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നൃത്തം, അഭിനയം എന്നിങ്ങനെ 2 റൗണ്ടുകളാണ് ഈ മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നൃത്തം എന്ന റൗണ്ടിൽ ശുദ്ധമായ അടവുകൾ മാത്രം കോർത്തിണക്കി ചിട്ട ചെയ്ത ഇനമായിരിക്കണം. അഭിനയം റൗണ്ടിൽ ഭാവാഭിനയത്തിന് മാത്രം പ്രാധാന്യം നൽകി ചിട്ട ചെയ്ത ഇനമാണ് പ്രകടിപ്പിക്കേണ്ടത്. ഇന്നത്തെ ആദ്യ റൗണ്ടായ നൃത്തത്തിൽ പെർഫോമൻസായി വരുന്നു കൊല്ലത്തു നിന്നും അഞ്ജു. അഞ്ജു, ടെൻഷനുണ്ടോ അഞ്ജുന്? എന്താ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് ടെൻഷനൊന്നും ഇല്ല. അഞ്ജു, നന്നായി പെർഫോം ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്.
അഞ്ജു ഒത്തിരി ഇഷ്ടമായി കേട്ടോ എനിക്ക്. എന്തായാലും ജഡ്ജസിൻ്റെ കമൻസിലോട് പോവാം. ക്ഷേമാവതി ടീച്ചർ നന്നായി ചെയ്തു. പിന്നെ ആ പാട്ട് ചേഞ്ച് വരുന്ന സമയത്ത് എനിക്കെന്തോ പെട്ടെന്ന് റിതം ഞങ്ങളുടെ മൃദംഗത്തിൽ മിക്സിങ്ങിൽ പോയിട്ടുണ്ട്. അത് അവിടെ ഒരു ശരിയായിട്ടൊരു ഓർഡർ വരാനായിട്ടൊരു സെക്കൻഡ് നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പിന്നെ എല്ലാം നന്നായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ദേവിക ചേച്ചിയുടെ കമൻസ് വളരെ നന്നായിരുന്നു അഞ്ജു. വെരി ബ്യൂട്ടിഫുൾ. വളരെ ഇൻ്റലിജൻ്റ്ലി ബുദ്ധിപൂർവം അതിനെ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ എല്ലാം അതിൽ വന്നു. അതേമാതിരി വളരെ ബുദ്ധിപൂർവം കൊറിയോഗ്രാഫും ചെയ്തിട്ടുണ്ട്. വളരെ അസലായിട്ട് അഞ്ജു കളിക്കുകയും ചെയ്തു. അഞ്ജു കളിക്കുമ്പോൾ പക്ഷേ ചെറിയ ഒരു കുറച്ചും കൂടെ ബോൾഡായി കളിക്കാമെന്ന് തോന്നി. ഒരുപാട് കണ്ടെയ്ൻ ചെയ്യണ്ട. അത് ഞാൻ പറയണം, അതിൻ്റെ ഒരു ഇമോഷൻ്റെ ബേസിസിലാണ് പറയുന്നത്. മനസ്സിൻ്റെ ബോഡി ഒക്കെ ഫ്ലോ ചെയ്യണമെങ്കിലും ഒരു ഫ്രീ ഫ്ലോ ഒന്നും കൂടെ വരാം. ബട്ട് വെരി നൈസ്. അഞ്ജു മാർക്സ് കേൾക്കാം. ക്ഷേമാവതി ടീച്ചർ, അഞ്ജുവിൻ്റെ ഈ പെർഫോമൻസിന് ടീച്ചർ എത്രയാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത്? 20 ഔട്ട് ഓഫ് 25. ദേവിക ചേച്ചി, അഞ്ജുവിൻ്റെ സകലവിദ്യ ഒന്ന് ബാലൻസ് തെറ്റി വീണ പിടിച്ച് നിൽക്കുന്ന 20.5. സോ യു ഗെറ്റ് 40.5 ഔട്ട് ഓഫ് 50. നല്ല മാർക്കാണ്. അടുത്തത് അഭിനയത്തിൻ്റെ റൗണ്ടാണ്. ഇന്നിവിടെ പെർഫോം ചെയ്യാൻ വരുന്നത് പരപ്പനങ്ങാടിയിൽ നിന്നും ഹൃദ്യ. ഹൃദ്യ എത്ര നാൾ കൊണ്ട് ഡാൻസ് അഭ്യസിക്കുന്നു? നൃത്തം 2nd സ്റ്റാൻഡേർഡ് മുതൽ. മോഹിനിയാട്ടം ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്. ശരി ഹൃദ്യ, നന്നായി ചെയ്യൂ. എല്ലാ എക്സ്പ്രഷൻസും നന്നായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. अथ कथमपि यामिनी विनीय स्मरशरजर्जरितापि सा प्रभाते अनुनयवचनं वदन्तमग्रे प्रणतमपि प्रियमा अभ्यसूयं याहीं रजनिजनितं गुरुजागररागं कषायितमलसं निमेषं मखसि नयनं अनुरागविवस्फुटमुदीदरसाभि
विषादं याहि बहिरिव मलिनतरं तव कृष्ण मनोऽपि भविष्यति नूनं कथमदं वर्तयसे जनमनुगतं हसमक्षरज्वलनूनं याहि भ्रमदि भवान् अबला कबलाय वनेषु किमत्र विचित्रं प्रथयति पूदनिकैव वधूवद निर्दयबालचरित्रं प्रथयति पूदनिकैव वधूवद निर्दयबालचरित्रं प्रदयति पूदनिकैव वधूवद निर्दयबालचरित्रं प्रदयति पूदनिकैव वधूवद निर्दयबालचरित्रं प्रथयति 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 पूदनिकैव वधूवद बालचरित्रं प्रथयति पूदनिकैव वधूवद निर्दयबालचरित्रं 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 प्रथयति पूदनिकैव वधूवद निर्दयबालचरित्रं
प्रदयति पूतनि दैववधूवतं हृदयबालं शरीरं याहि माधवं याहि केशवं मावतकैतवं पादं याहि എനിക്കത്ര ഇഷ്ടമായി. പൂത്തനാമോക്ഷം ആണല്ലേ സഞ്ചാരി ഭാഗത്ത് ചെയ്തത്? ഓക്കെ, ജഡ്ജസിന് എന്താ തോന്നണമെന്ന് ചോദിക്കാം. ക്ഷേമാവതി ടീച്ചർ നന്നായി ചെയ്തിട്ടുണ്ട്. മറ്റേ ഈ പൂതന മരിക്കണ സമയത്ത് മരണവെപ്രാളം കുറച്ച് കുറഞ്ഞു പോയി എന്ന് തോന്നുന്നു. കാരണം എവിടെയൊക്കെയോ ഒരു ശ്രദ്ധയുണ്ട്. അത് കാരണം കൊണ്ട് ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴുള്ള അത്ര ടെൻഷൻ കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബോഡിയിലും ഫേസിലും ആ മരണത്തിൻ്റെ അത്ര ഒരു വിഷമം കണ്ടില്ല. അത് കുറച്ചും കൂടെ ആവായിരുന്നു. കാരണം അതിനു മുമ്പുള്ള അഭിനയമൊക്കെ ചെയ്താറുണ്ട്, അവിടെ മാത്രം അത്ര ധ്വനിച്ചില്ല. പിന്നെ ഇങ്ങനെ കൈ ചെയ്യുന്നൊരു പോർഷനിലെ ഉന്മാദം, അതിൻ്റെ ദൃഷ്ടി എങ്ങനെ വരും ഉന്മാദത്തിൻ്റെ, അതവിടെ കണ്ടില്ല ഞാൻ. അത് ഞാൻ രണ്ടെണ്ണം നോട്ട് ചെയ്തത്. ഒരു എക്സ്പ്രഷൻ പൂർണ്ണമാവണമെങ്കിൽ അതിൻ്റെ ദൃഷ്ടി അതിന് വേണ്ട അവയവങ്ങളെല്ലാം അംഗങ്ങളെല്ലാം ശരിക്കും ഒരേപോലെ പ്രവർത്തിച്ചാലേ എക്സ്പ്രഷൻ ഫുള്ളാവുള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ദേവിക ചേച്ചിയുടെ കമൻസ്. പല്ലവി കഴിഞ്ഞ് അവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ കണ്ടുല്ലോ. പിന്നെ പോയിന്റ്സ് ആണ് നമ്മൾ അതിനെ ഹാർമണൈസ് ചെയ്യേണ്ട ഡാൻസ് ആയിട്ട്. ഗോപിക കൃഷ്ണനോട് പറയണ യാഹി മാധവ യാഹി കേശവ മാവത്ത കൈതവവാദം എന്ന് പറയുമ്പോൾ ഇവിടെ പൂതനാമോക്ഷത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടോ എന്നുള്ളൊരു സംശയം, ഇത്രയേ ഉള്ളൂ. ബട്ട് മോള് നന്നായി എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം ഹാൻഡ് ബോഡി ഒരു ഹാർമണി ഇല്ല. ഇപ്പോൾ കൈ ഇവിടെ പോകണമെങ്കിൽ പെട്ടെന്ന് ബോഡി അങ്ങനെ പോകുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം. കുറച്ച് സ്പീഡും അതിൻ്റെ. ഓഹോ, ഓക്കെ, എനിവേ ഗുഡ്. ഹൃദയ കമൻസ് കേട്ടു. മാർക്സ് ചോദിക്കാം. ക്ഷേമാവതി ടീച്ചർ ഔട്ട് ഓഫ് 25 19. താങ്ക് യു. ദേവിക ചേച്ചി 19. ഹൃദയ അഭിനയം റൗണ്ടിൽ ഹൃദയക്ക് 38 ഔട്ട് ഓഫ് 50 ആണ് കിട്ടിയിരിക്കുന്നത്. നല്ല മാർക്ക്, കുഴപ്പമില്ല. ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ അടുത്തത് മെച്ചപ്പെടുത്താൻ സഹായിക്കട്ടെ. ഓക്കെ, നന്നായി ചെയ്യൂ. താങ്ക് യു.